പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഓർക്കിഡ് പൂക്കൾ അല്ലെങ്കിൽ ഓർക്കിഡ് ചെടികൾ എങ്ങനെ സംരക്ഷിക്കാമെന്നതിനെക്കുറിച്ച് നമ്മളൊരു ചെറിയ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് ശേഷം കമൻറ്റിലൂടെയും നേരിട്ടും നിങ്ങൾ തന്ന സപ്പോർട്ടിനും ലൈക്കിനും ഒരുപാട് താങ്ക്സ്. പുതുതായി ഓർക്കിഡ് തൈകൾ എങ്ങനെ അടർത്തി മാറ്റാമെന്നും അത് മറ്റൊരു മികച്ച രീതിയിൽ എങ്ങനെ വെച്ച് പിടിപ്പിക്കാമെന്നും നമ്മൾ ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസേഴ്സ് എന്തൊക്കെയാണെന്നും പൂ ഉണ്ടാകാനും പെട്ടെന്ന് അത് വളരാനും വെച്ച് പിടിപ്പിച്ച് തൈകൾ പെട്ടെന്ന് വളരാനൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഞങ്ങളുടെ അടുത്ത വ്ളോഗ് അതിനെക്കുറിച്ച് ആയിക്കോട്ടെ എന്ന് അപ്പോഴാണ് ചിന്തിച്ചത്. അപ്പോൾ അമ്മയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ഓർക്കിഡിൻ്റെ വീഡിയോയിൽ ഇതെങ്ങനെ ചെയ്തേ, ഈ തൈ അങ്ങനെ പിടിപ്പിച്ചതെന്ന് ഒരുപാട് പേര് സംശയം ചോദിച്ചു. അതിനുള്ള റിപ്ലൈ ആണ് ഇപ്പോൾ പറയുന്നത്. സാധാരണ ഓർക്കിഡിൻ്റെ കടയിൽ ഒരുപാട് സ്റ്റെമ്മുകൾ ഇങ്ങനെ വേസ്റ്റ് ആയിട്ടുണ്ടാവും. കാരണം പൂവുണ്ടാവില്ല, പഴകിയ കടകൾ. ഈ കടകൾ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഗ്രോത്തിനുള്ള വളം, അതായത് മിറക്കിൾ ഗ്രോ, ഞാനിത് ഉപയോഗിക്കാറ് കേട്ടോ. ഒരുപാട് കമ്പനിക്കാരുണ്ട്. അപ്പോൾ ഞാൻ മിറക്കിളാണ് ഉപയോഗിക്കാറ്. ഈ ഗ്രോ വളർച്ചയ്ക്കുള്ള ഈ സ്പ്രേ, ഈ മരുന്ന് കലക്കി സ്പ്രേ ചെയ്ത് ഈ തണ്ടിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഒരു 6 മാസത്തിനുള്ളിൽ 2-3 സ്പൈക്കുകൾ വരും. ഇപ്പോൾ ഇതിലൊരെണ്ണുള്ളൂ, അങ്ങനെ ഇവിടെയൊക്കെ വരും. അപ്പോൾ ഇതിൽ നിന്നുള്ള ഈ ചെറിയ തൈകൾ നമ്മൾ സംരക്ഷിച്ച് കൊടുക്കണം സ്വന്തമായിട്ട്. കാരണം ഇവർ മുറിച്ച തൈയല്ലേ, അതിൻ്റെ പേരിൽ ഇതിൽ നിന്ന് സംരക്ഷിച്ചിട്ടുള്ള തൈകളാണ് ഇതെല്ലാം. അപ്പോൾ ഇത് നമ്മളെങ്ങനെയാണ് കെട്ടുകയെന്ന് കാണിച്ചു തരാം. ചകിരി മടലാണ്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഈ ചകിരി മടൽ നന്നായിട്ട് 2 ദിവസം വെള്ളത്തിലിടുമ്പോൾ ഇതിൻ്റെ ഒരു മഞ്ഞ വെള്ളം കറ പോകും. ഈ കറ പോയിട്ട് നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കി സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ്. ഈ ചകിരിയിലേക്ക് നമ്മളിത് വെക്കാം. ഇത് മുറിച്ചൊന്നും കളയേണ്ട കാര്യമില്ല. ഈ സ്റ്റെമ്മ് ചിലപ്പോൾ താഴെ ഇനിയും വന്നുവിടായില്ല. അപ്പോൾ ഈ വേര് ഈ ചകിരിയിൽ മുട്ടത്തക്ക രീതിയിൽ നമ്മളിത് ഇങ്ങനെ വെക്കാം. എന്നാൽ പുറത്തോട്ട് കാണുകയും വേണം. ഇങ്ങനെ വെച്ച് നല്ല ഫില്ല് ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അനങ്ങാത്ത രീതിയിൽ ടൈറ്റ് ചെയ്ത് കെട്ടി വയ്ക്കാം. ഒരു തുണിയാണ് കേട്ടോ കെട്ടാൻ നല്ലത്. ഞാൻ ഇപ്പോൾ ഇതെടുത്തെന്ന് മാത്രം. നല്ല രീതിയിൽ അനങ്ങരുത്. കെട്ടി വയ്ക്കുക. കെട്ടി വെച്ചിട്ട് ഈ തുമ്പത്തുണ്ടല്ലോ നമ്മൾ സാഫ് വേണ്ട, ഇത് നമ്മൾ നല്ലൊരു ഫംഗിസൈഡാണ്. ഈ സാഫ് സ്വല്പം പുരട്ടി കൊടുക്കുക. അപ്പോൾ പിന്നെ ഒട്ടും ഇവിടെ നിന്ന് ഒരു ഫംഗസ് കയറില്ല. ഇത് നല്ല പശ പോലെ അവിടെ ഇരുന്നോളൂ. എത്ര നാൾ കഴിഞ്ഞാൽ അത് പോകില്ല. അന്നേരം നമ്മൾ ഈ സ്പ്രേയും വേറെ എന്ത് മരുന്നും 19 അടിക്കരുത്. അത് അടിച്ച് കഴിഞ്ഞാൽ ഉടനടി പൂടാനുള്ള ടെൻഡൻസി വരും. വളർച്ചയ്ക്കുള്ള ടെൻഡൻസിക്കുള്ള മരുന്ന് നമ്മൾ ഉപയോഗിക്കുക. ഈ കടയ്ക്ക് ഇതുപോലെ വെച്ചതാണ്. ഇത് വെച്ചിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ ഞാൻ മറ്റുള്ള മരുന്നുകൾ അടിക്കുന്ന കൂട്ടത്തിൽ വളർച്ചയ്ക്കുള്ള മരുന്ന് ഇതിനും കൊടുത്തിരുന്നു. കുഞ്ഞി തൈയായിരുന്നു, പക്ഷേ അത് കണ്ട നിറച്ച് വേരായി. ഇനി നമുക്ക് വലിയ ചട്ടിലേക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. എത്ര നാളുകൊണ്ട് വേറെ? ഇതിപ്പോൾ ഒരു 6 മാസമായിട്ടുണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് ആഴ്ചയിൽ മറ്റുള്ള മരുന്നുകൾ മറ്റുള്ള ചെടികൾക്ക് അടിക്കുന്ന അതേ രീതിയിൽ ഇതിനും അടിച്ചു കൊടുക്കും. അടിച്ചു കൊടുക്കുമ്പോൾ നല്ല ഉഷാറുള്ള തൈ ഇതിന് വരും. പുതിയ കടക്കൽ കണ്ട മുളച്ച് ഇതിന് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഒരു നല്ലൊരു കടയായി കിട്ടും. ഇത്രയായി കഴിഞ്ഞാൽ നമുക്കിത് വലിയ ചട്ടിലോട്ട് മാറ്റി പോട്ട് ചെയ്യാം. ഇത് കുറച്ച് ദിവസം കൂടി കഴിയട്ടെ എന്ന് കരുതിയിരിക്കുക. അടിയിലൊരു സ്പൈക്ക് കൂടി വരുന്നുണ്ട്. അതൊന്നും കൂടി നീളത്തിൽ ഒരു മുളപ്പ് വരുന്നുണ്ട്. അതൊന്നും കൂടി നീളത്തിലായിട്ട് മാറ്റി വയ്ക്കാമെന്ന് ഞാൻ കരുതിയിരിക്കുക. മാറ്റി വയ്ക്കുന്നത് കാണണം, അല്ലെങ്കിൽ കാണാത്തവരോ സംശയമുള്ളവരോ ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു ചെടി വയ്ക്കുന്നതായിട്ട് കാണിച്ചു തരാം. ഈ ചട്ടിയിൽ നമുക്കൊരു ഓർക്കിഡ് തൈ ഉണ്ട്. ഒരു സ്റ്റെമ്മ് മുറിക്കാതെ തന്നെ ഓൾറെഡി ഈ തണ്ടിലുണ്ടായതാണ്. അപ്പം അതിൻ്റെ പേരിൽ നമുക്ക് ചകിരി വെച്ച് കെട്ടേണ്ടി ഒന്നും വന്നില്ല. കാരണം ഇതിൽ നിന്ന് അതിന് വേണ്ട വൈറ്റമിൻസൊക്കെ കിട്ടിയിട്ടാണ് ഇത് വളർന്നിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്കെടുത്ത് പുതിയ ചട്ടിലോട്ട് പോട്ട് ചെയ്യാം. കണ്ട ഒറ്റ വേര് പോലും പോകാതെ നമുക്ക് കിട്ടി. ഇതിന് ഫംഗിസൈഡിൻ്റെ ആവശ്യമില്ല, എങ്കിലും ചെയ്യാം.
ചട്ടികളും വാങ്ങിക്കുമ്പോൾ ഓട്ട ഉണ്ടാവില്ല. അപ്പോൾ ഓട്ടയുടെ ആവശ്യമുണ്ട്. നന്നായിട്ട് വെള്ളം വാർന്നു പോയില്ലെങ്കിൽ ഇതിനൊക്കെ ചീച്ചൽ വന്ന് കംപ്ലീറ്റ് കട നശിച്ചു പോകാൻ കാരണമാവും. നന്നായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ, വെള്ളം വാർച്ച നന്നായിട്ട് പോകുന്നുണ്ടോ എന്ന്. ചെടിക്ക് ഏതെങ്കിലും രീതിയിൽ ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വെള്ളം നന്നായി പോകുന്നുണ്ടോ എന്നാണ്. കൂടുതൽ ഞാനിവിടെ കരിയാണ് യൂസ് ചെയ്യുന്നത്. കരി വയ്ക്കുമ്പോൾ പരമാവധി ഫംഗസുകൾ കുറയും. വളരെ ഫുള്ളായിട്ട് ഇടാറില്ല. കടക്കിൽ മാത്രം ചകിരി പെട്ടെന്ന് വേര് പിടിക്കാൻ. ചകിരിയിൽ ഓർക്കിഡ് പെട്ടെന്ന് വേര് പിടിക്കും. നന്നായിട്ട് കരിയിട്ട ശേഷം ടൈറ്റ് ആവാനായിട്ട് കുറച്ച് ചകിരി വെച്ച് കൊടുക്കുക. ഇത് വെള്ളം നനയ്ക്കുമ്പോൾ ഈ ചകിരിയും കരിയൊക്കെ ഒന്ന് വീർക്കുമ്പോൾ ഇത് ടൈറ്റാകും ചെടി. അനങ്ങാത്ത രീതിയിൽ ഇതുപോലെ വെച്ചാൽ മതി. നന്നായിട്ട് പിടിച്ചു എന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ പതുക്കെ ചകിരികൾ എടുത്ത് മാറ്റുന്നതാണ് നല്ലത്. പൊതുവെ കേടുകൾ കുറയും. വേര് പിടിച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ വേര് പിടിച്ച 1-2 ചകിരി മാത്രം നിലനിർത്തി ബാലൻസ് ചകിരികളൊന്നും വേരുണ്ടാവില്ല. സപ്പോർട്ടിന് വെച്ചതല്ലേ, അപ്പോൾ അത് നീക്കം ചെയ്യുന്നതാണ് നല്ലത്. ചകിരിയിൽ മാത്രമായിട്ട് വെക്കുന്നവരുണ്ട്. മിക്സ് 13-27-27 മരുന്നാണിത്. ഇത് ഒരു ടീസ്പൂൺ അളവിൽ കുറച്ച് 5 ml ആണ് അവർ പറയുന്നത്. അതിനേക്കാൾ സ്വല്പം കൂടി കൂടുതൽ എടുക്കും. 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യും. അതാണ് ഞാൻ ഇവിടെ അടിക്കുന്നത്. വളർച്ചയ്ക്കും പൂക്കളുണ്ടാവാനും നല്ല ഉത്തമ മെഡിസിനാണ്. ഇതിൽ ഈ ചെടികളൊക്കെ നല്ല ആരോഗ്യത്തിൽ ഈ മരുന്ന് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ പൂവിടാറായ ചെടികൾക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് 19-19-19 ഉണ്ട്. അത് 1 കിലോത്തിൻ്റെ പാക്കായിട്ടാണ് കിട്ടുക. അതിപ്പോൾ കാണിക്കാൻ എൻ്റെ കയ്യിലില്ല. ഇത് കൃഷിഭവൻ്റെ കീഴിലുള്ള അതിൽ കിട്ടും. 19-19-19 എന്ന് പറഞ്ഞാൽ അതും കൂടി സ്പ്രേ ചെയ്താൽ നല്ലതാണ്. പിന്നെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിനാണ് ഈ ഇരുമ്പ് സത്ത് എന്ന് പറയില്ലേ, അയൺ ആൻഡ് ഫോളിക് ആസിഡ്. എല്ലാവർക്കും അറിയും. സാധാരണ ഉപയോഗിക്കുന്ന ഒരു ബോട്ടിൽ വാങ്ങി വെച്ചിട്ട് ഓരോ ടീസ്പൂൺ ഈ മിറക്കിൾ അടിക്കുന്നതിലൊപ്പം ഓരോ ടീസ്പൂൺ ഞാൻ അതിൽ ചേർക്കും. ചെടിയുടെ ആരോഗ്യത്തിന് ഇത് നല്ലതാണ്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ സ്വന്തമായിട്ട് പരീക്ഷിച്ച് നോക്കിയപ്പോൾ നല്ല പോസിറ്റീവ് റിസൾട്ട് കണ്ടതിൻ്റെ പേരിൽ ഞാൻ സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കാറുണ്ട്. ഞാനിപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഒരു 6 മാസത്തോളമായി. 6 മാസം കൊണ്ട് ഇത്രയും വളർന്നു. ഈ ഒരു തണ്ട് മാത്രമായിട്ട് വെച്ചത് ഇപ്പോൾ 2 കുഞ്ഞി തൈക്കളിൽ വന്നു. ഇനിയും വരും. ഒന്നും കൂടി 2 ഇലയും കൂടി ആയിട്ട് ഞാനിത് ചട്ടിലോട്ട് വെക്കാം എന്നാണ് എൻ്റെ കാരണം. ചെറിയൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുമ്പോൾ അതിൽ വെള്ളം ഇറങ്ങിയാൽ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 2-3 മാസം കൂടി കഴിഞ്ഞാൽ ഒന്നും കൂടി ഉഷാറാവും. ഞാൻ സാധാരണ ഒരു ചട്ടിയിൽ വെച്ചിട്ടാണ് ഇത് വെള്ളം ഒഴിക്കുക. അതിന് ശേഷം വേണത് പറിച്ചു വയ്ക്കാൻ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇത് രണ്ടും ഞാൻ ഒരേ സമയം വെച്ച് ചെടികളാണ്. ഇത് മൺചട്ടി. ഇത് എല്ലാവരും പറയുന്ന പ്ലാസ്റ്റിക് ചട്ടിയും മൺചട്ടിയൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്തിരി കൂടി നല്ലതായിട്ട് തോന്നുന്നത് മൺചട്ടിയാണ്. മൺചട്ടിയിലെ ചെടികൾക്ക് ഒരു പ്രത്യേക എനർജി, നല്ലൊരു ഉഷാറ് അനുഭവപ്പെടുന്നുണ്ട് പ്ലാസ്റ്റിക് ചട്ടിയേക്കാളും. കാരണം ഇതിൻ്റെ വേരുകൾ അത്രയും പുറത്തോട്ടല്ല, ഈ ഇതിൽ തന്നെ പിടിച്ച് നല്ല തണുപ്പ് എപ്പോഴും കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു ഗുണം എനിക്ക് തോന്നുന്നുണ്ട്. മൺചട്ടിയാണ് ഏറ്റവും നന്നായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്.
അങ്ങനെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എൻ്റെ ചട്ടിയിൽ അത്രയും മൺചട്ടിയിൽ ഉള്ള ചെടികൾക്കൊരു പ്രത്യേക ഉഷാർ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇത് പെട്ടെന്ന് പ്ലാസ്റ്റിക് ചൂട് പിടിക്കുമ്പോൾ ഒരു ചെറിയ ചൂട് തോന്നുന്നുണ്ട്. വേര് പുറത്തേക്ക് വരുമ്പോൾ വേര് പുറത്തേക്ക് വരുന്നുണ്ട്. വേര് പുറത്തേക്ക് വരുന്നത് ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. ഇത് വേര് പുറത്തേക്ക് ഇതിൻ്റെയും വരും. പക്ഷേ ഇതിനൊരു പ്രത്യേക ഇതാണ്. ഇതിപ്പോൾ ഒരാഴ്ച 2 ആഴ്ച നനച്ചില്ലെങ്കിൽ പോലും ഇത് ഇതേ ഉഷാറിൽ തന്നെ നിൽക്കും. ഇതിന് ആ സ്ഥാനത്തൊരു ക്ഷീണം സംഭവിക്കും. അങ്ങനെ ഒരു വ്യത്യാസം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇത് ചെറിയ ചെടിയാണ്. ചെറിയ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മാസമായിട്ടുള്ള ഈ ചെടി ഇത്രയും ഞാൻ ഇതാക്കി വെച്ച് ക്ലിയറായിട്ട്. പക്ഷേ ഇതിന് ഞാൻ 19 മറ്റുള്ളതിന് അടിക്കുന്ന കൂട്ടത്തിൽ ഞാനൊന്ന് അടിച്ചു നോക്കിയതാണ്. പക്ഷേ അതിനത് മുട്ട് വന്നതേ ഇപ്പോൾ കണ്ടപ്പോൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. മുട്ട് വന്നു. അപ്പോൾ അത് ആ വളത്തിൻ്റെ ആ ഒരു പവറാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിന് ഗ്രോത്തിനുള്ള ഈ വളമേ അടിക്കാൻ പാടുള്ളൂ, എന്നാലേ അത് വളരുള്ളൂ. വെറുതെ ഒന്ന് പരീക്ഷണാർത്ഥം നോക്കിയതാണ്. അതിന് വേഗം പെട്ടെന്ന് മുട്ട് വന്നു. ഒരുപാട് നാളായ എൻ്റെ ഒരു മദർ പ്ലാന്റാണ്. ഇതിൽ ധാരാളം പൂവും നന്നായിട്ട് പൂക്കളുണ്ട്. എപ്പോഴും പൂക്കളുണ്ടാവും. വലിയ കൊലകളല്ല, പക്ഷെ വലിയ പൂക്കളാണ്. പക്ഷേ ഇതിന് ഞാൻ ഈ വളർച്ചയ്ക്കുള്ള മരുന്ന് അടിച്ചു കൊടുക്കുന്നതിൻ്റെ പേരിൽ ഒരുപാട് തൈകൾ ഇതിൽ നിന്ന് എനിക്ക് കിട്ടി. ഇപ്പോൾ ആ ഒരു തൈയാണ് നല്ല ആരോഗ്യമുള്ളൊരു തൈയാണ് ഇതിൽ നിന്ന് കിട്ടിയത്. ഇതിപ്പോൾ അടിച്ചു കൊടുക്കുന്നതിൻ്റെ പേരിൽ ഇപ്പോഴും തൈതേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു തൈയാണ്. ഇതിന് വേരില്ല, അതുകൊണ്ട് ഞാൻ പറിച്ചു വയ്ക്കാറ്. ഇതിന് പതുക്കെ വേര് വരും. ഇതിൽ നിന്ന് ഒരുപാട് തൈകൾ ഇനിയും ഉണ്ടാവും. കാരണം നല്ല ആരോഗ്യമുള്ള തണ്ടുകളാണത്. അപ്പോൾ ഞാൻ ഇനി അടുത്ത തൈകൾ പ്രതീക്ഷിച്ചിരിക്കുന്നു. അത് തൈ കളയാൻ പറ്റില്ല. അങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനെ തൈകളുണ്ടെങ്കിൽ ആരും കളയണ്ട. അതിന് ഗ്രോത്തിൻ്റെ മരുന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കേടുകളൊന്നും ഇല്ലെങ്കിൽ ഗ്രോത്തിൻ്റെ മരുന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് നല്ല രീതിയിൽ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഓർക്കിഡിൻ്റെ സ്റ്റെമ്മുകൾ കട്ട് ചെയ്ത് വെച്ചിട്ട് തൈ പിടിപ്പിക്കുന്ന രീതി. ഇതുപോലെ ഞാൻ ഒരു പഴയ ചട്ടിയിൽ കുറച്ച് കരി ഇട്ടിട്ട് കുറച്ച് സ്റ്റെമ്മുകൾ 1 2 3 അടിയിൽ വേറെ ഉണ്ട് സ്റ്റെമ്മ് വെച്ചതാണ്. സ്റ്റെമ്മ് വെച്ച് ആ സ്പ്രേ ചെയ്തപ്പോൾ ഇത്രയും തൈക്കൾ വന്നു. ഇനി ഇതിൽ നിന്ന് തൈക്കൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇതുണ്ട്, ഇഷ്ടംപോലെ തൈക്കളുണ്ട്. ഇതുപോലെ വെച്ചാൽ മതി. ഒരു ചട്ടി ഇതിൽ എത്ര വേണമെങ്കിലും വെക്കാൻ. ഒരു സമയം ഒരു കളറിൻ്റെ മുറിച്ച് വെച്ചതാണത്. ഞങ്ങളുടെ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അമ്മ പറഞ്ഞു തന്ന കാര്യങ്ങളെ വളരെ മികച്ച നല്ല രീതിയിൽ മനസ്സിലായി കാണുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിലും, അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പുതുതായി എന്തെങ്കിലും അറിവുണ്ടെങ്കിലും തീർച്ചയായും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.